വെൽക്കം. ഞാൻ കൃഷ് ലിജേഷ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സീരീസ് ആണ് റിവ്യൂ ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 3. ഇന്ന് ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ്, പ്രീ മാർക്കറ്റ് ടൈമിംഗ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡിസ്ക്ലൈമർ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമുക്കറിയാം, ഓഹരികൾ വാങ്ങിക്കാനും വിൽക്കാനും നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റ് ടൈമിംഗ്. ഇത് മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരെയാണ്. എന്നാൽ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും 24/7 വർക്കിംഗ് ആണ്. അതായത് 3:30 ശേഷം വർക്കിംഗ് ആണ്. ശനിയും ഞായറും വർക്കിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റ് ടൈമിംഗ് നമ്മൾ കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓഹരികൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് എങ്ങനെയാണ്, അതാണ് നമ്മൾ വീഡിയോയിലൂടെ റിവ്യൂ ചെയ്യുന്നത്. നമുക്കൊന്നുകൂടെ പറയാം. നമ്മളുടെ എക്സ്ചേഞ്ചുകളായ NSE BSE, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ NSE BSEയുടെ വർക്കിംഗ് ടൈം രാവിലെ 9:15 മുതൽ 3:30 വരെയാണ്. ഈ സമയത്താണ് നമുക്ക് ഓഹരികൾ വാങ്ങിക്കാനും വിൽക്കാനും പറ്റുള്ളൂ. കമ്പനികൾ വർക്ക് ചെയ്യുന്നത് 24 hours ആണ്. സോ ഈ 24 hours നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മാർക്കറ്റ് ടൈമിംഗ്, ഒന്ന് ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ്, ഒന്ന് പ്രീ മാർക്കറ്റ് ടൈമിംഗ്. മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഹരികൾ വാങ്ങിക്കാനും വിൽക്കാനും പറ്റുന്ന സമയം രാവിലെ 9:15 മുതൽ 3:30 വരെ. ഇനി നമുക്ക് റിവ്യൂ ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ, ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ് ആൻഡ് പ്രീ മാർക്കറ്റ് ടൈമിംഗ്. ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 മണി മുതൽ രാവിലെ 9 മണി വരെ. ആൻഡ് പ്രീ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ 9:15 വരെ. അത് 9:15 വരെ ഇല്ല, അപ്രോക്സിമേറ്റ് 9:07, 9:08 വരെ. അപ്പൊ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 3:30 മുതൽ രാവിലെ 9 മണി വരെയുള്ള ടൈമാണ്. ഈ സമയത്തും കമ്പനി വർക്കിംഗ് ആണ്, അല്ലെ? ഈ സമയത്ത് കമ്പനിയിൽ ഉണ്ടാവുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് നമ്മളുടെ എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. ഓക്കെ, ഈ രേഖപ്പെടുത്തുന്ന സമയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രീ മാർക്കറ്റ് ടൈമിംഗ്. ഓക്കെ, അപ്പൊ വൈകുന്നേരം 3:30 മുതൽ രാവിലെ 9 മണി വരെ ഈ കമ്പനി വർക്കിംഗ് ആണ്. അപ്പോൾ ഈ രാവിലെ 9 മണി വരെയുള്ള കച്ചവടം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് നമ്മളുടെ എക്സ്ചേഞ്ചുകളിൽ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുവാനുള്ള ടൈമിംഗ്, ആ ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രീ മാർക്കറ്റ് ടൈമിംഗ്. അപ്പൊ ഇത് രാവിലെ 9 മണിക്ക് തുടങ്ങും. എത്ര മണിക്ക് അത് കൃത്യമായിട്ട് എൻഡ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 3:30 മണി മുതൽ 9 വരെയുള്ള അതിന്റെ ലാഭനഷ്ടങ്ങൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സിൽ കയറ്റണം. ഓക്കെ, അപ്പൊ അത് രാവിലെ ഒരു 9:07 9:08 ഇടയിലാണ് എന്തുണ്ടാവുക, ഈ പ്രീ മാർക്കറ്റ് ടൈം ഉണ്ടാവുക. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രേഡ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന ഒരേ ഒരു സമയം രാവിലെ 9:15 മുതൽ 3:30 വരെയാണ്. മാർക്കറ്റ് ടൈമിംഗിൽ മാത്രമാണ്. പ്രീ മാർക്കറ്റ് ടൈമിലോ ആഫ്റ്റർ മാർക്കറ്റ് ടൈമിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് AMO എന്ന് പറഞ്ഞിട്ട് വേറെ ഓർഡർ ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ കമ്പനി വർക്കിംഗ് ആണ് 24 hours. എക്സ്ചേഞ്ച് 3:30 ക്ലോസ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ 9 മണി ആയപ്പോഴേക്കും ഈ കമ്പനി ഒരു ലാഭത്തിലേക്കാണ് വന്നത്. അപ്പോ ഇന്നലത്തെ ക്ലോസ് 3:30, ഇന്നത്തെ ഓപ്പൺ 9 മണിക്ക്. ഓക്കെ, അപ്പോ നമുക്കറിയാം പ്രീ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളുടെ ഈ വൈകുന്നേരം 3:30 മുതൽ രാവിലെ 9 മണി വരെയുള്ള കണക്കുകൾ രേഖപ്പെടുത്തേണ്ട സമയമാണെന്ന് പറഞ്ഞു. അപ്പൊ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9 മണിക്കാണ്. അപ്പൊ പ്രീ മാർക്കറ്റിന്റെ ഓപ്പൺ എന്താ വരിക, ഇന്നലത്തെ മാർക്കറ്റിന്റെ ക്ലോസ്. ഓക്കെ, അതായത് 3:30 ക്ലോസ് ആണ് പ്രീ മാർക്കറ്റിന്റെ ഓപ്പൺ. ഇനി ഈ പ്രീ മാർക്കറ്റ് 9:08 ഉള്ളിൽ ഈ 9 മണി വരെയുള്ള കച്ചവടങ്ങളെല്ലാം കയറ്റി കഴിയുമ്പോൾ അതൊരു വാല്യൂവിലെത്തും. ആ വാല്യൂ പ്രീ മാർക്കറ്റിന്റെ ക്ലോസ് ആണ്, അതായിരിക്കും ഇന്നത്തെ ഓപ്പൺ. മനസ്സിലായോ? അപ്പൊ ഇന്നലത്തെ ക്ലോസ് ആണ് ഇന്നത്തെ പ്രീ മാർക്കറ്റിന്റെ ഓപ്പൺ. ആ പ്രീ മാർക്കറ്റിന്റെ ക്ലോസ് ആണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ. നമുക്ക് ഈ ഒരു എക്സാമ്പിളോട് കൂടെ നമുക്കത് ക്ലിയർ ആവും. ഒരു കമ്പനി 3:30 ക്ലോസ് ചെയ്തു. അത് പിറ്റേ ദിവസം രാവിലെ 9 മണി ആയപ്പോഴേക്കും നല്ല കച്ചവടം ഉണ്ടാക്കി, ലാഭത്തിലേക്ക് വന്നു. അതായത് ഇന്നലത്തെ ക്ലോസ് 100 രൂപയ്ക്കാണ് നമ്മൾ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. ഇന്ന് രാവിലെ അത് 110 അതായത് രാത്രി നല്ല കച്ചവടം ഉണ്ടായി. അപ്പൊ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, ജമ്പ് ചെയ്തു. ഈ പ്രൈസ് ജമ്പ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ. റൈറ്റ്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ. ഇതുപോലെ തന്നെ കമ്പനി 3:30 മുതൽ 9 മണി വരെയുള്ള സമയം കൊണ്ട് നഷ്ടമാണ് രേഖപ്പെടുത്തിയതെങ്കിൽ പ്രൈസ് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, താഴേക്ക് ജമ്പ് ചെയ്യും. ഇതിന് നമ്മൾ പറയുന്ന പേര് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ. നമുക്ക് കുറച്ച് മാർക്കറ്റ് എക്സാമ്പിൾസ് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് 25 ജൂലൈ 2024 3:30 ക്ലോസ് ചെയ്തത് 1090 രൂപ 95 പൈസക്കാണ്. എന്നാൽ രാത്രി അത് നല്ല കിഡിലൻ വർക്കിംഗ് ആയിട്ട് രാവിലെ ആയപ്പോഴേക്കും അത് 1111 രൂപ 95 പൈസക്കാണ് എന്ത് ചെയ്തത്, ഓപ്പൺ ചെയ്തത്. ഇവിടെ പ്രൈസ് മുകളിലേക്ക് ജമ്പ് ചെയ്തു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ. അതായത് ഇന്നലെ ക്ലോസ് ചെയ്തത് 1090.95 ആണെങ്കിൽ ഇന്ന് 11.95 എന്ത് ചെയ്തത്, ഓപ്പൺ ചെയ്തത്. ഓക്കെ,
ടാറ്റ പവർ 25 ജൂലൈ 2024 3:30 ക്ലോസ് ചെയ്തത് 423.35 രൂപയ്ക്കാണ്. അത് 26 ജൂലൈ 2024 രാവിലെ 9 മണിക്ക് 435 ഓപ്പൺ ചെയ്തത്. പിറ്റേ ദിവസത്തേക്ക് അതായത് രാത്രി വമ്പൻ കച്ചവടം ലാഭം ഉണ്ടാക്കി അതിന്റെ പ്രൈസ് മുകളിലേക്ക് ജമ്പ് ചെയ്യിച്ചു. ഇത് നമ്മൾ പറയുന്ന പേര് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ. ഓക്കെ, ലോറസ് ലാബ്സ് 3:30 ക്ലോസ് ചെയ്തത് 433.85 അടുത്ത ദിവസം അത് നഷ്ടത്തിലേക്ക് വന്ന് 414 ഓപ്പൺ ചെയ്തത്. അപ്പൊ ഇവിടെ പ്രൈസ് എങ്ങോട്ടാ ജമ്പ് ചെയ്തത്? താഴേക്ക്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ. ഫെഡറൽ ബാങ്ക് 3:30 ക്ലോസ് ചെയ്തത് 204.67 അടുത്ത ദിവസം ഓപ്പൺ ചെയ്തത് 195 പ്രൈസ് താഴേക്ക് ജമ്പ് ചെയ്തു ലോസിലേക്ക്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ. ഓക്കെ, അപ്പൊ നമ്മൾ 24 മണിക്കൂർ നമ്മൾ 3 കഷ്ണമാക്കി തിരിച്ചു. ഒന്ന് മാർക്കറ്റ് ടൈമിംഗ്, ഒന്ന് ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ്, ഒന്ന് പ്രീ മാർക്കറ്റ് ടൈമിംഗ്. മാർക്കറ്റ് ടൈമിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ടൈമിംഗ് എന്താണെന്ന് അറിയാം, പ്രീ മാർക്കറ്റ് ടൈമിംഗ് എന്താണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ റിവ്യൂ ചെയ്തത് ആഫ്റ്റർ മാർക്കറ്റ്, പ്രീ മാർക്കറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, അപ്പൊ നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഒരു ട്രെയിനിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീ നമുക്ക് അയക്കാം. നമുക്കറിയാം വളരെ നല്ലൊരു സെഗ്മെന്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് ഇന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ. 13 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെതായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. കൃത്യമായ ഓർഡറിലായിരിക്കും നമ്മളുടെ ഓരോ വീഡിയോസും ഉണ്ടായിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്, താങ്ക് യു.